അയ്യോ നോക്കി ആസ്വദിച്ചോണ്ടിരിക്കാതെ അങ്ങോട്ട് തുടക്ക് കൈ അമർത്തി. അതിന് വേദനിക്കൊന്നുമില്ല. ആ നിനക്കിന്ന് റെസ്റ്റാ, നീ ഫ്രീ. നിങ്ങൾക്ക് വട്ട് ഇവിടെ അടിച്ചു വാരാത്തതും മാറലുള്ളതും കൊണ്ടൊന്നും അല്ല പനി വന്നത്. അതിന്റെ ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കും. എവിടാണ് പനി വരത്തണത്? അവള് പനി വരത്തല്ല, അവള് പനി വരുത്തി കൂട്ടും. വഴി കിടക്കണ മാങ്ങ, പേരക്ക, ചക്ക, തേങ്ങ, എന്ത് സാധനം കിട്ടിയാലും അവളുടെ വായിലോട്ട്. മോളെ ഇനിയിപ്പോ അതൊക്കെ തിന്നാൻ നിന്നാണ്ടല്ല ഇവരെ അറിയും. വവ്വാലാണ് ഇതൊക്കെ പരത്തണത് അസുഖം. എനിക്കല്ലാത്തൊന്നും ഇവിടെ നിന്ന് അടിച്ചു വരാറില്ല. വീട് വൃത്തിയാക്കണത് സേവനപരം ആണെങ്കിൽ മാത്രമേ ഇത് ചെയ്യാവോ? അല്ല, നീ അതൊന്നും ചെയ്യാറില്ലല്ലോ. ചെയ്യുന്നവർ ആക്ഷേപിക്കാറല്ലേ ഉള്ളൂ. ആണാ? ഞാൻ എനിക്ക് സൗകര്യമുള്ളവരെയൊക്കെ ചെയ്യും. ഞാൻ ചിലപ്പോൾ ആക്ഷേപിക്കും, കളിയാകും, ചിരിക്കും, ചിലപ്പോൾ സഹായിക്കും. നിനക്ക് രാവിലെ വേറെ പണിയൊന്നുമില്ലേ? എനിക്ക് പണിയുണ്ട്. പുതിയ അസുഖമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, വെളിയിലൊന്നും കാണണ്ട. ഒരു കാര്യം ചെയ്യ്, അവിടെ അടിച്ച് വാരിയതിനു ശേഷം നീ മേലോട്ട് കയറും. ഇവിടെ കൂടെ ഒന്ന് ക്ലീൻ ചെയ്യ്. ഓ, ഞാൻ ഇപ്പൊ വന്ന് ചെയ്താൽ ബുദ്ധിമുട്ടുണ്ടാ? വാ കയറി വാ. ആ എന്താ അതിന്റെ കൈ ഇരിക്കണത്? ഗന്ധിയാമ്പോണിത്. അമ്പിളിച്ചേട്ടൻ നിലയിൽ ചോറിനോളം പറഞ്ഞു. നന്നായിരിക്കും. എന്റെ കൊച്ചാ, വവ്വാല് തൂറിയൊക്കെ ഇടുന്ന ഇലയാണ്, അതങ്ങോട്ട് കളയും. വവ്വാലാണ് ഇപ്പോഴത്തെ പനി വരത്തണത്. അതിൽ ചോറിനകത്ത് എന്റെ കുറവേളു. നന്നായിരിക്കും. അതിലൊന്നുമില്ല. അതിലൊന്നുമില്ല. ഡേയ്, വവ്വാല് ചപ്പി നാലഞ്ച് മാങ്ങ ഇരിക്കണ തരട്ടാ, നീ തിന്നു. അവന് വാഴ ഭയങ്കര തമാശക്കാരാണ് അളിയാ. അതുപോലെ ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. എന്തോന്ന്? മറന്നോളാൻ പെട്ടെന്ന് ചോദിക്കാം. നല്ല ചായ തുടക്കടി അങ്ങോട്ട്. ഓ, നീ ഇപ്പം മിലിറ്ററിയിലൊക്കെ റിക്രൂട്ട്മെന്റ് തുടങ്ങിയ ആളെ എടുത്തു തുടങ്ങിയ? ക്ലീറ്റയോ? ബസ്സിലോട്ട് ആളെ കയറ്റാൻ പറ്റില്ല. മിലിറ്ററിയിൽ റിക്രൂട്ട്മെന്റ്. നിന്നോട് തമാശ അടിച്ചോളൂ. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണല്ലോ ഞാൻ അറിഞ്ഞത്. എന്താന്ന് അറിഞ്ഞ നീ മിലിറ്ററിയിൽ ചേർക്കാന്ന് പറഞ്ഞ് കുറച്ചുകൂടി പൈസ ഒക്കെ വാങ്ങിച്ചെന്നാണല്ലോ അറിഞ്ഞത്. നിനക്ക് പല തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടാടേ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് അത് എടുത്ത് പിടിച്ചോണ്ടങ്ങ് നടന്നോണം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതല്ല, പഞ്ചായത്തിൽ ഒരു കംപ്ലൈന്റ് വന്നു എനിക്ക്. അമ്പളിക്കുട്ട, ഞാൻ നിന്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ആവശ്യമില്ലാതെ എന്റെ കാര്യം നീ നോക്കാൻ അന്വേഷിക്കാൻ നടക്കല്ലോ കേട്ടാ. ഞാൻ രാജേന്ദ്രൻ എന്റെ മോനെ മിലിറ്ററി കയറ്റാന്ന് പറഞ്ഞ് 25,000 രൂപ വാങ്ങിച്ച. ആര്? രാജേന്ദ്രൻ എന്നൊക്കെ അറിഞ്ഞൂടാ? ഇവൻ എന്തിന്റെ? അവന് നല്ല സുഖമല്ല. തക്കളി, നീ അങ്ങോട്ട് തൊട. തക്കളി ചുമ്മാ നീ. ഞാനൊരു കാര്യം പറയാം, സാധാരണ കളിയല്ല, രാജ്യദ്രോഹ കുറ്റമാണ് കേട്ടാ. ഇവനെന്തോ വലിയ അസുഖമുണ്ട്. മിലിറ്ററി കയറ്റാന്ന് പറഞ്ഞ പൈസ വാങ്ങിച്ചു. സത്യമാണ് അമ്പിളിക്കുട്ടൻ ചേട്ടാ? പിന്നെ അല്ലാതെ ഞാൻ കള്ളം പറയുമോ? ഞാൻ ഒരു കാര്യം പറയാം, ആവശ്യമില്ലാതെ എൻ്റെ കുടുംബ വിഷയങ്ങളിലോ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളിലോ നീ ഇടപെടണം എനിക്ക് ഇഷ്ടമല്ല. നിന്റെ അടുത്ത് ഞാൻ എന്നാളെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിന്റെ അയൽവാസിയല്ലടാ. അയ്യോ, അയൽവാസിയാ? നീ അയൽവാസിയല്ല, അയൽവാസി ഒരു ദരിദ്രവാസി. നീയും എന്റെ അയൽവാസിയാണ് എന്നുള്ള ഓർമ്മ വേണം കേട്ടാ ഇത് പറയുമ്പോ. നിന്നെ ഞാൻ അയൽവാസിയായിട്ടൊന്നും കണ്ടിട്ടില്ലടാ. എന്റെ ഫോൺ അടിക്കുന്നു. ചോദിച്ചു കേട്ടാ, ഇത് ഭയങ്കര കേസാണിത്, രാജ്യദ്രോഹ കുറ്റമാണ്. പറഞ്ഞില്ലെന്ന് വേണ്ട. ഫോൺ അടിച്ചില്ല അല്ലേ? ബെല്ലടിക്കുമ്പോൾ ഫോൺ അടിച്ച ഫോൺ ബെല്ലടിച്ചു. ഫോൺ അടിച്ചു. അമ്പിളിക്കുട്ടൻ ചേട്ടൻ എന്താ പറഞ്ഞതെന്ന് അവനെന്ത് പറഞ്ഞോളാതെ? വേറെ എന്താണ് പണി? അസൂയ? അസൂയ ആരോടായിരിക്കും? എന്നോടല്ല. അവന് വേറെ എന്ത് കണ്ടിട്ട് അസൂയപ്പെടാനാ? നമ്മൾ സന്തോഷത്തോടും സമാധാനത്തോടും കഴിയണില്ലേ, അത് കണ്ടിട്ട് സഹിക്കുന്നില്ല അവന്. അല്ലാതെ വേറെ എന്തോന്നടേ? അല്ലാതെ വേറെ ഒന്നുമില്ല. വേറെന്ത്? വേറെ ഒന്നുമില്ല. വേറെ എന്ത്? പട്ടാളത്തിന്റെ കാര്യം പറഞ്ഞത്. പട്ടാളത്തിന്റെ ആലോചിക്കാൻ തോന്നുന്നു. നമ്മൾ താമസിക്കുന്ന എവിടെയാണ്? അങ്ങോട്ട് മിലിറ്ററി ക്യാമ്പിന്റെ അടുത്ത്. അതുകൊണ്ട് ഇതിലെ ഒരുപാട് പട്ടാളക്കാര് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമല്ലോ. അതുകൊണ്ട് ഈ പട്ടാളക്കാരെല്ലാം ഞാൻ കൈയും കാലും കാണിക്കും, സംസാരിക്കും, പരിചയമുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് കാണുന്നവർക്കെല്ലാം തോന്നും എനിക്ക് പട്ടാളക്കാരോട് ഭയങ്കര ബന്ധമുണ്ട്, ഇന്ത്യൻ മിലിറ്ററിയുടെ വലിയ ആണെന്ന് ഞാനെന്നേ. അപ്പൊ ഒന്നുമില്ല, അവരങ്ങനെ വിചാരിക്കുന്നു. അപ്പോൾ എന്നോട് ആരെങ്കിലുമൊക്കെ വഴി വെച്ച് ചോദിക്കും, നമ്മുടെ മിലിറ്ററിയിൽ എന്തെങ്കിലും ഒരു വേക്കൻസി കിട്ടുമോ, ശരിയാക്കി തരുമോ എന്നൊക്കെ പലരും ചോദിച്ച് എന്നെ സമീപിക്കാറുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ ആ സൈഡിലോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. രാജ്യദ്രോഹം അതെനിക്ക് ഇഷ്ടമല്ല. വേറെ ഒന്നുമില്ല. വേറെ എന്താണ് തങ്കം? പിന്നെ ആ 25,000 രൂപയുടെ കണക്ക് പറഞ്ഞത് എന്താ? അവനോട് ചോദിക്കും. അവൻ എന്തേലും പൊട്ടത്തിന് പറഞ്ഞാൽ നീ അത് കേട്ടങ്ങ് വിശ്വസിച്ചാണോ? നിങ്ങളെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? എന്റെ ക്ലീറ്റോ? അതെ, നിർത്ത്. എന്നെ വിശ്വാസമല്ല. നീ എന്നെ അങ്ങനെ വിളിക്കുക വേണ്ട. എന്റെ ക്ലീറ്റോ
നിങ്ങളെ ഒരുപാട് പരാതി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ക്ലീറ്റോ. എന്റെ അച്ഛനെ പട്ടാളത്തിൽ ചേർത്തത് നിങ്ങളാന്ന് പറഞ്ഞ് ഈ നാട് മുഴുവൻ പറഞ്ഞു നടന്നില്ലേ നിങ്ങള്? കർത്താവ്, ഞാൻ ആരോട് എപ്പോ പറഞ്ഞു? നീ എന്തേലും പറയാ? അയ്യോ, ഓർമ്മയില്ല. അന്ന് അത് തമാശയായിട്ട് കനകൻ എടുത്തോണ്ട് നിങ്ങളുടെ കഴുത്തിന് മേളിൽ ഇപ്പോഴും തലയുണ്ട്. അല്ലേ പിന്നെ എന്റെ തല അങ്ങനെ എടുത്തേനെ. ഇത് ചുമ്മാ ഇരുതങ്ങ. നിങ്ങൾ ഇവിടുന്ന് നോക്കിയേ, ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞ എപ്പോഴും പറയണ പോലെ ആയിരിക്കില്ല, സത്യം ക്ലീറ്റോ നിങ്ങളെ ഞാൻ കൊല്ലും. അതിനു വേണ്ടല്ലോ, നിനക്കിത് പറഞ്ഞെന്ന് അവനെ ഞാൻ കൊല്ലും കേട്ടോ. ആ, കാണാ ഏതാ നടക്കണെന്ന്. മാറാം കൂടെ. ഞാൻ പറഞ്ഞാൽ അത് നടക്കും. ആ, വെറുതെ എന്തേലും പറയാനും ഇവിടെ ഓരോരുത്തർ കേൾക്കാനും വിശ്വസിക്കാനും അങ്ങനെ നടക്കണം. ഡാഡി, ഇത് നിങ്ങൾ ലവ് മാരേജ് ആയിരുന്നോ? അങ്ങനെ സംഭവിച്ചു പോയ എന്റെ പൊന്നു മോളെ. അപ്പൊ ഈ ലവ് മാരേജ് ഭയങ്കര പരാജയം എന്ന് പറയുന്നതിന് എന്തെങ്കിലും വാസ്തവമുണ്ടോ? ലവ് മാരേജ് അല്ല, മാരേജ് എന്ന് പറയണത്, വിവാഹം എന്ന് പറയണത് ലോക പരാജയമാണ്. അത് കഴിച്ചു കഴിഞ്ഞാണ്ടല്ലോ പെട്ട്. അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ 100 ചോദ്യമായി ഉത്തരമായി. കണ്ടില്ലേ, മനുഷ്യൻ ഇത്തിരി സമയം മനസ്സമാനായിട്ട് വീട്ടിൽ കയറാൻ സമ്മതിക്കില്ല. ഞാനേ സമാധാനം കിട്ടണ എങ്ങോട്ടായാലും പോയിട്ട് വരട്ടെ. Alien versus Alien.